നമസ്കാരം, ഞാൻ രാജു, പുനർജനി അഗ്രവാർഡൻ, മാതോത്ത്, കാഞ്ഞങ്ങാട് സൗത്ത്. ഇത് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ഒരു ചെടി പെട്രിയ. ഇത് ചെടി സ്നേഹികൾക്കൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. നല്ല കൊലയായിട്ട് പിടിക്കുന്ന പെട്രിയ, നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂ. ഇതിൻ്റെ 2-3 കളറൊക്കെ ഉണ്ട്. വൈറ്റ് ഉണ്ട്, അതുപോലെ വയലറ്റ്, യെല്ലോ കളറ്, ഇങ്ങനെ 2-3 കളറുണ്ട് പെട്രിയ. പക്ഷെ നല്ല ഭംഗിയാണ്. അത് ശരിക്കും വിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് ബുഷായിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്, നിറയെ പൂവുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു 2 വെറൈറ്റി ഇപ്പം നമ്മുടെ അടുത്ത് ഉണ്ട്. അതൊന്ന് കാണിക്കുകയാണ്. ഇതാണ് പെട്രിയ വൈറ്റ്, കണ്ടല്ലേ? പെട്രിയ വൈറ്റ് നല്ല ഒരു ചെടിയാണ്, ക്രീപ്പർ ചെടിയാണ്. നമുക്കിങ്ങനെ ഒരു ക്രീപ്പറായിട്ട് നമുക്കിങ്ങനെ വളർത്താൻ പറ്റുന്ന ഒരു ചെടി, പടർത്തി കൊടുക്കാൻ പറ്റുന്ന ചെടിയാണ്, പടർന്നു പോകുന്ന ഒരു ചെടിയാണ്. അതിൻ്റെ മറ്റൊരു കളറാണ് വയലറ്റ്. ഇതിപ്പോൾ മൊട്ടാണ്. ഇത് ശരിക്കും വിരിഞ്ഞ് വരണത്ര. ഇതൊക്കെ മൊട്ടാണ്. ഇത് മൊത്തം വിരിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും, നല്ല കളറുമാണ്. ഈ കളറൊന്നും അല്ല, ഇത് വിരിഞ്ഞ് വരുന്നത്ര നല്ല വയലറ്റ് കളറുള്ള ഒരു പൂവാണ് പെട്രിയ. അപ്പോൾ ഇതൊക്കെ ഇപ്പം ആൾക്കാർക്ക് ഏറ്റവും ക്രീപ്പർ ചെടികൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കൂടുതൽ ചോദിച്ചു വരുന്ന ചെടിയാണ് ഈ പെട്രിയ എന്ന് പറയുന്നത്. ഇതൊരു കുറച്ച് പ്രായം, 1 വർഷമാകുമ്പോഴേക്കാണ് ഇതിൽ പൂ വരുന്നത്. സാധാരണ ചിലപ്പോൾ 6 മാസം കൊണ്ട് തന്നെ പൂ വരുന്നുണ്ട്. നമുക്കിതിനെ കട്ട് ചെയ്തിട്ട് കുറ്റിച്ചെടിയായിട്ട് നിർത്താൻ പറ്റുന്നതാണ്. നമുക്ക് ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കിതുപോലെ വലിയ പോട്ടിലൊക്കെ ആക്കി ഇത് വളരുമ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കുറ്റിച്ചെടിയായിട്ടും വളർത്താൻ പറ്റും. അതിൽ ഫ്ലവറും വരും. ഇതിപ്പം ഈ ചെറിയ ചെടി തന്നെ കണ്ടില്ലേ, ഫ്ലവർ വന്നിട്ട് ചെറിയ ചെടിയിൽ ഫ്ലവർ ഉണ്ട്. ഇതിപ്പം കുറച്ചും കൂടെ വലിയ ചട്ടിയാണ്. ഇത് നിറയെ ഫ്ലവർ ഉണ്ട്. നല്ല മനോഹരമായിട്ടിത് പൂക്കും. നല്ല രസമാണ് കാണാൻ. അപ്പം പെട്രിയ ചെടികളോട് സ്നേഹമുള്ള, പൂവോട് സ്നേഹമുള്ള ആളുകൾ പെട്രിയ വീട്ടുവളപ്പിൽ നട്ടു വളർത്തുക. ഈ പെട്രിയ സാധാരണ ഇതിൻ്റെ കട്ടിങ്സ് വെച്ച് തന്നെയാണ് ഇതിൻ്റെ പുതിയ ചെടി ഉണ്ടാക്കുന്നത്. ചട്ടിയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ തട്ടിയാൽ അങ്ങനെ തന്നെ കിട്ടും. ഒരിക്കലും നമ്മളിതിങ്ങനെ പൊരിച്ചെടുക്കരുത്. പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വേനൽക്കാലത്തൊക്കെ നശിച്ചു പോകും. ഇതിങ്ങനെ തട്ടിയിട്ട് ഇതുപോലെ മണ്ണോട് കൂടി ആയിരിക്കണം നമുക്ക് മണ്ണിൽ നട്ടു കൊടുക്കേണ്ടത്. ഇതുപോലെ മണ്ണോട് കൂടി ആയിക്കണ്ട, ഒരു വേര് പോലും നമ്മൾ ഇതിൽ നിന്ന് അനങ്ങിപ്പോയിട്ടില്ല. ഇങ്ങനെ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. പിന്നെ DAP ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുക. ഒരാഴ്ച കൂടുമ്പോഴൊക്കെ DAP കൊടുത്താൽ ഫ്ലവർ വന്നുകൊണ്ടേയിരിക്കും. അതാണ് പെട്രിയയെക്കുറിച്ച് പറയാനുള്ളത്.